ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ പുതുവർഷം പ്രമാണിച്ച് എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും ജനുവരി 1-2 തീയതികളിൽ അവധി നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇതുപ്രകാരം ജനുവരി 1-2 തീയതികളിൽ രാജ്യത്തെ എല്ലാ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അവധിയായിരിക്കുമെന്നും തുടർന്ന് വരുന്ന വെള്ളി, ശനി, വാരാന്ത്യ അവധി ദിവസങ്ങൾക്ക് ശേഷം ജനുവരി 5 ഞായറാഴ്ച മുതൽ പ്രവൃത്തി ദിവസം ആരംഭിക്കും. നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസിയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് ഖത്തർ നാഷണൽ സൈബർ സെക്യൂരിറ്റി ഏജൻസി മുന്നറിയിപ്പ് നൽകി. സൈബർ സെക്യൂരിറ്റിയിൽ നിന്നും വിളിക്കുന്നു എന്ന് പറഞ്ഞ് പലരുടെയും വ്യക്തിഗത അല്ലെങ്കിൽ ബാങ്കിംഗ് വിവരങ്ങൾ ചോദിക്കുന്നതായി പരാതി ഉയർന്നിട്ടുണ്ട്. NCSA ഒരിക്കലും ഖത്തറിലെ പൗരന്മാരിൽ നിന്നോ താമസക്കാരിൽ നിന്നോ ബാങ്കിംഗ് അല്ലെങ്കിൽ വ്യക്തിഗത വിവരങ്ങൾ ആവശ്യപ്പെട്ടില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ഏജൻസിയുടെ പേരിൽ ഇത്തരം ചില ഫോൺ കോളുകൾ പലർക്കും വരുന്നുണ്ട്. ഇതുമായി പ്രതികരിക്കരുതെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു. ഇത്തരം കോളുകളുമായി പ്രതികരിക്കുന്നത് സൈബർ തട്ടിപ്പിലെ അപകട സാധ്യത വർദ്ധിപ്പിക്കുമെന്നും അത് ദോഷം ചെയ്യുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. തട്ടിപ്പിലേക്കോ ഡാറ്റ മോഷണത്തിലേക്കോ സാമ്പത്തിക കുറ്റകൃത്യങ്ങളിലേക്കോ ലക്ഷ്യം വെച്ച് മൊബൈൽ ഫോണുകളും മറ്റു ഉപകരണങ്ങളും ഹാക്ക് ചെയ്യുന്നത് തടയാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. വ്യാഴാഴ്ച UAEയിൽ ചില സമയങ്ങളിൽ ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്ന് നാഷണൽ സെന്റർ ഓഫ് മെട്രോളജി വിഭാഗം അറിയിച്ചു. നേരിയ തോതിലോ മിതമായ തോതിലോ കാറ്റ് വീശാനും സാധ്യതയുണ്ട്. മൂടൽമഞ്ഞ് കാരണം യെല്ലോ അലർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. മൂടൽമഞ്ഞ് കാഴ്ചയെ മറയ്ക്കാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് നിലവിൽ താപനില 30 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയർന്നേക്കാം. അബുദാബിയിൽ 28 ഡിഗ്രി സെൽഷ്യസിലേക്കും ദുബൈയിൽ 27 ഡിഗ്രി സെൽഷ്യസിലേക്കും താപനില ഉയരും. കുറഞ്ഞ താപനില അബുദാബിയിൽ 17 ഡിഗ്രി സെൽഷ്യസും ദുബൈയിൽ 19 ഡിഗ്രി സെൽഷ്യസും പർവ്വത പ്രദേശങ്ങളിൽ 8 ഡിഗ്രി സെൽഷ്യസുമായേക്കും. പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് രൂപപ്പെടാനും സാധ്യതയുണ്ട്. താമസക്കാർ ജാഗ്രത പുലർത്തേണ്ടത് അനിവാര്യമാണെന്നും കൂട്ടിച്ചേർത്തു. ലോകത്തെ മികച്ച വിമാന കമ്പനികളുടെയും വിമാനത്താവളങ്ങളുടെയും പട്ടികയിൽ ഖത്തറിന് ഉയർന്ന നേട്ടം. വിമാനങ്ങളിലും വിമാനത്താവളങ്ങളിലും മികച്ചതായി ഖത്തറിൽ നിന്നുള്ളവ ഉൾപ്പെട്ടു. ഏറ്റവും മികച്ച രണ്ടാമത്തെ വിമാന കമ്പനിയായി ഖത്തർ എയർവേസിനെയും മികച്ച ഒന്നാമത്തെ എയർപോർട്ടായി ദോഹയിലെ ഹമദ് എയർപോർട്ടും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച വിമാനങ്ങളുടെ പട്ടികയിൽ ബ്രസൽസ് എയർലൈൻസ് ആണ് ഒന്നാം സ്ഥാനത്ത്. യുണൈറ്റഡ് എയർലൈൻസ്, അമേരിക്കൻ എയർലൈൻസ്, പ്ലേ, ഓസ്ട്രിയൻ എയർലൈൻസ്, പോളിഷ് എയർലൈൻസ്, എയർ അറേബ്യ എന്നിവയ്ക്കാണ് മികച്ച മറ്റ് വിമാന കമ്പനികൾ. വിമാനത്താവളങ്ങളിൽ ദോഹയ്ക്ക് പിന്നിൽ ദക്ഷിണാഫ്രിക്കയിലെ കേപ്പ് ടൗൺ എയർപോർട്ടാണ് രണ്ടാമത്. അതേസമയം ലോകത്തെ ഏറ്റവും 10 മോശം വിമാന കമ്പനികളിലൊന്നിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ ആഭ്യന്തര സർവീസ് പ്രൊവൈഡർമാരായ ഇൻഡിഗോയും ഉൾപ്പെടും. യാത്രക്കാർ നൽകിയ റേറ്റ് പരിഗണിച്ച് സജീവ സർവീസിലുള്ള 150 വിമാന കമ്പനികളെ ഉൾപ്പെടുത്തി തയ്യാറാക്കിയ പട്ടികയിൽ ഇൻഡിഗോയുടെ സ്ഥാനം 103 ആണ്. അതായത് ലോകത്തെ ഏറ്റവും മോശപ്പെട്ട 7ാമത്തെ എയർലൈനാണ് ഇൻഡിഗോ. കുവൈറ്റിൽ പാർപ്പിട കെട്ടിടത്തിന് തീപിടിച്ച് 2 സ്ത്രീകൾ മരണപ്പെട്ടു. തലസ്ഥാനമായ കുവൈറ്റ് സിറ്റിക്ക് തെക്ക് മുബാറക്കൽ കബീർ ഗവർണറേറ്റിലെ അൽ അദാൻ ഏരിയയിലെ വീട്ടിലാണ് തീപിടുത്തമുണ്ടായത്. വിവരമറിഞ്ഞെത്തിയ അഗ്നിശമന സേന അംഗങ്ങൾ മികച്ച പ്രവർത്തനങ്ങളിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കിയതായി കുവൈറ്റ് ഫയർ സർവീസ് അറിയിച്ചു. വീട്ടിനുള്ളിൽ കുടുങ്ങിയ 6 പേരെ അതിസാഹസികമായി രക്ഷപ്പെടുത്തി സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായും അധികൃതർ അറിയിച്ചു. അതേസമയം തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ കുവൈറ്റ് സിറ്റിക്ക് തെക്ക് അൽ ഫർവാനിയ ഗവർണറേറ്റിലെ അൽ ഷദാദിയ ഏരിയയിലെ അൽ ഷദാദിയ സർവകലാശാലയിലെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലബോറട്ടറിയിൽ തീപിടുത്തമുണ്ടായി. അഗ്നിശമനയുടെ സമയോചിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കിയതായി അധികൃതർ അറിയിച്ചു. ഇവിടുത്തെ തീപിടുത്തത്തിൽ ആളപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്നാൽ തീപിടിക്കാനുണ്ടായ കാരണവും വ്യക്തമല്ല. സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. അതേസമയം കഴിഞ്ഞ ജൂണിൽ കുവൈറ്റ് സിറ്റിക്ക് തെക്ക് മംഗഫ് ഏരിയയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിന് തീപിടിച്ച് 50 പേരാണ് മരണപ്പെട്ടിരുന്നത്. മരിച്ചവരിൽ മലയാളികൾ ഉൾപ്പെടെ 45 ഇന്ത്യക്കാരും 3 ഫിലിപ്പീൻസുകാരും ഉൾപ്പെടും. രാജ്യത്തുണ്ടായ ഏറ്റവും വലിയ തീപിടുത്ത ദുരന്തത്തിൽ ഒന്നായിരുന്നു ഇത്.
ഷോർട്ട് ഇലക്ട്രിക് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് ഫയർഫോഴ്സ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. പ്രതിരോധം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ ബന്ധം ശക്തിപ്പെടുത്താൻ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ രൂപീകരിക്കാൻ ഫ്രാൻസും സൗദിയും തമ്മിൽ ധാരണയിലായി. 3 ദിവസത്തെ സന്ദർശനത്തിനായി സൗദി അറേബ്യയിലെത്തിയ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണും സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി നടന്ന കൂടിക്കാഴ്ചയിലാണ് നിർണായക തീരുമാനം. തിങ്കളാഴ്ചയാണ് ഫ്രഞ്ച് പ്രസിഡന്റ് സൗദിയിലെത്തിയത്. ഫ്രാൻസും സൗദിയും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കാനും ലബനൻ ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ സംഘർഷം കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തിയതും നിർണായക തീരുമാനങ്ങൾ സ്വീകരിച്ചതും. സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിൽ രൂപവൽക്കരിക്കുന്നത് സംബന്ധിച്ച ധാരണാപത്രത്തിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെച്ചു. സൗദി തലസ്ഥാനമായ റിയാദിലെ അൽ യമാമ കൊട്ടാരത്തിലാണ് ഫ്രഞ്ച് പ്രസിഡന്റിന് സ്വീകരണം ഒരുക്കിയത്. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം പ്രതിരോധം, ഇന്ധനം എന്നിവയടക്കമുള്ള മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്താൻ ലക്ഷ്യമിട്ടുള്ള പുതിയ പങ്കാളിത്തത്തിൽ ഒപ്പുവെക്കുന്നതായും സൗദി അറിയിച്ചു. ഊർജം, പ്രതിരോധം, ഗതാഗതം, സാംസ്കാരികം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിൽ സഹകരണം മെച്ചപ്പെടുത്തുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഒരു പുതിയ പങ്കാളിത്തത്തിൽ ഒപ്പുവെക്കുന്നതായി സൗദി കിരീടാവകാശിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാക്രോണിന്റെ ഓഫീസ് അറിയിച്ചു. കൂടിക്കാഴ്ചയുടെ കൂടുതൽ വിവരങ്ങൾ വൈകാതെ തന്നെ പുറത്തുവിടും. ഫ്രഞ്ച് നിർമ്മിത റഫേൽ യുദ്ധവിമാനങ്ങൾ സൗദി അറേബ്യ വാങ്ങുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ടെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല. ഇസ്രായേൽ ലബനൻ വെടിനിർത്തൽ കരാറടക്കം മേഖലയിലെ സംഘർഷം കുറയ്ക്കുന്നതിന് എല്ലാ ശ്രമങ്ങളും നടത്താനും ഇരു നേതാക്കളും തീരുമാനിച്ചു. ലബനൻ ജനതയെ ഒരുമിച്ച് കൊണ്ടുവരികയും രാജ്യത്തിന്റെ സ്ഥിരതയ്ക്കും സുരക്ഷയ്ക്കും ആവശ്യമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിനുമായി ലബനനിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടത്താൻ ഒരുമിച്ച് ആഹ്വാനം ചെയ്തതായി മാക്രോണിന്റെ ഓഫീസ് പ്രസ്താവനയിലൂടെ അറിയിച്ചു. പാലത്തിൽ കുടുങ്ങിയ വാഹനം നീക്കുന്നതിനിടെ പോലീസ് വാഹനത്തിന് പ്രവാസിയുടെ കാറിടിച്ച് 2 പോലീസ് ഉദ്യോഗസ്ഥർക്ക് ദാരുണാന്ത്യം. ഫഹാഹിൽ എക്സ്പ്രസ് വേയിൽ സെൽവ പ്രദേശത്ത് ഒരു 4 വീൽ ഡ്രൈവ് വാഹനം പോലീസ് പട്രോളിംഗ് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു എന്ന് അധികൃതർ അറിയിച്ചു. സാൽവയ്ക്ക് സമീപമുള്ള വാഹനത്തിൽ വെച്ച് കേടായ വാഹനം നീക്കം ചെയ്യിക്കുന്നതിനായി എത്തിയതായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. പെട്രോൾ വാഹനത്തിൽ ഇടിച്ച കാർ അമിത വേഗതയിലാണ് വന്നതെന്ന് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അപകടമുണ്ടാക്കിയ വാഹനം നിർത്താതെ പോയെങ്കിലും മിനിറ്റുകൾക്കകം വാഹനം പിടികൂടിയതായും പോലീസ് അറിയിച്ചു. പ്രവാസിയാണ് വാഹനം ഓടിച്ചിരുന്നത്. ഇയാളെ വാഹനത്തിൽ വെച്ച് തന്നെ പോലീസ് പിടികൂടി. സംഭവ സമയത്ത് ഇയാൾ മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായും അന്വേഷണത്തിൽ വ്യക്തമായതായി അധികൃതർ അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.